ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി വന്ന് നയനയോട് പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അത് അനിയോട് പറഞ്ഞു എന്ന് നയന ചോദിച്ചു. ഇല്ല, അവൻ്റെ അമ്മയോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അനിയോട് പറഞ്ഞില്ലെങ്കിൽ അത് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം മോൾക്കറിയാലോ, അവനാളൊരു പാവ. അവനാണെങ്കിൽ ഈ കല്യാണം വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പുരോഹിതനെ കാണാനായിട്ട് പോയത്. അപ്പോൾ അത് ഇങ്ങനെ ആവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആരെ ആദ്യം കല്യാണം കഴിച്ചാലും അത് നിലനിൽക്കില്ലല്ലോ മുത്തശ്ശി എന്ന് നയന. അത് തന്നെയാണ് പുരോഹിതനും പറഞ്ഞത് മോളെ എന്ന് മുത്തശ്ശി നയനയോട് പറയുക. അതിന് പ്രതിവിധിയൊന്നും പറഞ്ഞില്ലേ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പം തൽക്കാലം ഇപ്പോൾ ഒന്നുമില്ലെന്നാ പറഞ്ഞത്. അപ്പം ഞാനും അമ്മയും കൂടി ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ പൂജാരിയോട് ചോദിക്കാം, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ വശമുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഈ കല്യാണം ആലോചിച്ചപ്പം മുതൽ അനി മുഖം തിരിഞ്ഞ് നിൽക്കുകയാണല്ലോ മോളെ. 2 കല്യാണം ഉള്ളവര് തുടക്കത്തിലെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് അതിനെ വിഷമിച്ച് നിൽക്കുക. എന്ന് മാത്രമല്ല, അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നടത്തിയ പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവൻ നമ്മളെയല്ലേ അതിൽ കുറ്റപ്പെടുത്തത്തുള്ളൂ എന്ന് ചോദിച്ചു. അത് പിന്നെ നമുക്ക് വിഷമാവില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം മുത്തശ്ശി കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പം തന്നെ കല്യാണം വിളി ഏതാണ്ടൊക്കെ തീരാറുമായി. ഇനി ഒരു പെൺകുട്ടിയെ നിരാശപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നയന മുത്തശ്ശിയോട് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം ഇതാരും അറിയണ്ടാന്ന്. അനിയുടെ മുത്തശ്ശൻ ഇതറിഞ്ഞ എന്തായിരിക്കും പ്രതികരണം എന്നൊന്നും പറയാൻ പറ്റില്ല മോളെ എന്ന് മുത്തശ്ശി പറയുക. വാക്കു മാറ്റി പറയാത്ത ആളാ. എങ്കിലും പുരോഹിതനെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശനിപ്പോൾ വയ്യാതിരിക്കല്ലേ മുത്തശ്ശി, നമുക്ക് ഈ വിവരം ഇപ്പം മുത്തശ്ശനോട് പറയണ്ടെന്ന് നയന. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ അരികിൽ നിന്ന് നയനെ അങ്ങ് പോയി. അതിനുശേഷം ഇവർ അമ്പലത്തിൽ പോയി. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തൊഴുത് അവിടുത്തെ ഭഗവാനോട് മനസ്സൊരുക്കി നമ്മുടെ നയനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം തിരുമേനി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ തിരുമേനിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വാഴക്കല്യാണം നടത്തുന്നതിനെ പറ്റി ഒരു കാര്യം, അപ്പോൾ പരിഹാരമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതാണ്. വാഴക്കല്യാണം എന്ന് മോള് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതായത് ഒരാളുടെ ജാതകത്തിൽ 2 കല്യാണ യോഗം ഉണ്ടെങ്കിൽ അതും ആദ്യം ലക്ഷണമൊത്ത ഒരു വാഴയിൽ താലി കെട്ടണം, എന്നിട്ട് ആ വാഴ അത് വെട്ടിക്കളയണമെന്നുള്ള കാര്യം പറയും. അതോടെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. പിന്നീട് ധൈര്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ അനിയുടെ കാര്യത്തിൽ വാഴക്കല്യാണം നടത്തണോ അല്ലേന്ന് ചോദിച്ചു. ഞാൻ ആദ്യം മൂർത്തി സാറും അതുപോലെ ഭാര്യ വന്നപ്പോൾ ചില ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പം അതിന് വേണ്ടുന്ന പൂജകളും കാര്യങ്ങളൊക്കെ അന്ന് നടത്തിയിരുന്നു. പക്ഷേ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അറിയുമ്പോൾ അദ്ദേഹം വളരെ വലിയ സിദ്ധനല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യമൊന്നും തെറ്റിപ്പോവാറില്ല. അതുകൊണ്ടാണ് ഞാൻ വാഴക്കല്യാണത്തെ പറ്റി ഇപ്പോൾ കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ അത് നടത്തണം തിരുമേനി എന്ന് പറയാം. ഈ കാര്യങ്ങൾ ഞാൻ മുത്തശ്ശിയുടെ അരികിൽ പറഞ്ഞോളാം. മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പൂജയും വഴിപാടും എല്ലാം നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുക കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ സമയം തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നയനയെ അദ്ദേഹം പറഞ്ഞു വിടും. അതിനുശേഷം നയന മനസ്സുരുകി ഇത് നല്ല രീതിയിൽ നടക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ നയന ആ ഒരു കാര്യമായിട്ട് നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ കുഴമ്പിട്ടുകൊണ്ടിരിക്കുക. അപ്പം കുഴമ്പിട്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയെ കണ്ടപ്പോൾ മുത്തശ്ശി എന്താ തന്നെ ഇരുന്ന് കുഴമ്പിടുന്നത്, എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു നയന. മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ മുത്തശ്ശി എന്ന് നയന ചോദിച്ചു. അങ്ങനെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ എണ്ണയൊക്കെ തടവിക്കൊണ്ടിരിക്കുക. അപ്പം അമ്പലത്തിൽ പോയായിരുന്ന മോളെന്ന് ചോദിച്ചപ്പം അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് ജയനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു. പിന്നെ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുത്തശ്ശൻ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കട്ടെ, കല്യാണ ദിവസമേ മുത്തശ്ശനും വരത്തുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുത്തശ്ശൻ അതിനോട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മുത്തശ്ശനോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം അയ്യോ അത് പറയാൻ പറ്റുമോ മോളെ, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശി പറയാം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് മുത്തശ്ശി ഞാൻ വന്നിരിക്കുന്നതെന്ന് അതിനെ പറയാം. ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞില്ലായിരുന്നോ, പൂജാരി ഒരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതെന്താ മോളെന്ന് ചോദിച്ചപ്പം വാഴക്കല്യാണം. വാഴക്കല്യാണോ, വാഴയിൽ താലി കെട്ടിയിട്ട് അത് വെട്ടിക്കളയുന്ന ചടങ്ങല്ലേ. അത് പണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പം ഞാൻ വാഴക്കല്യാണത്തെ പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇതുവരെ അതെന്താണെന്ന് അറിയില്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ നയന. വിവാഹദോഷമുള്ള ഒരു വാഴക്കല്യാണം നടത്തി ദോഷം ഒഴിവാക്കാറുണ്ട്, എന്നിട്ട് കല്യാണം നടത്തും. മറ്റു ചില ആൾക്കാർ ഇടക്കെട്ട് നടത്താറുണ്ട്. അപ്പം ഇടക്കെട്ടോ, അതെന്താ മുത്തശ്ശി?
പെൺകുട്ടിക്ക് ദോഷമല്ലാത്ത ഒരാളെ കൊണ്ട് ആദ്യം താലി കെട്ടിക്കും. അയാളുമായിട്ട് ഭാര്യ ഭർത്തൃബന്ധമൊന്നും നയിക്കില്ല, വെറൊരു താലികെട്ട് മാത്രം. പിന്നീട് അത് അഴിച്ചു മാറ്റിയിട്ട് യഥാർത്ഥ ആളെ കൊണ്ട് താലി കെട്ടിക്കുന്നതാ ഇടക്കെട്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കിവിടെ പൂജാരി പറഞ്ഞതുപോലെ വാഴക്കല്യാണം നടത്തിക്കൂടെ മുത്തശ്ശി എന്ന് നയന ചോദിച്ചപ്പം ഉറപ്പായിട്ടും നടത്തണം. പൂജാരിയെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാം ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ പറമ്പിൽ വാഴയുണ്ടല്ലോ, അത് ലക്ഷണമൊത്ത ഒരു വാഴ എടുത്ത് അതിൽ അനി താലി കെട്ടട്ടെ എന്നൊക്കെ പറയുവാണേ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അനി ഇപ്പം തൽക്കാലം അറിയണ്ടെന്ന് പറഞ്ഞു നയന. ചെറിയ ദോഷങ്ങളുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ മാത്രമേ പറയുള്ളൂ മോളെ. എന്നാൽ പിന്നെ മോളെ എന്നെ ഒന്ന് പിടിച്ചേ, നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശി നയനയും കൂടെ പറമ്പിൽ നോക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ട് പറമ്പിൽ കൂടെ നടന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ വാഴ കണ്ടു. ആ വാഴ വെട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പൂജാരി വന്നു. അതിനുശേഷം അവിടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അദ്ദേഹം വന്ന് പൂജയൊക്കെ ചെയ്ത് ചെയ്യുമ്പം വാഴക്കല്യാണം നടത്തിയ ജാതകദോഷം മാറുമോ ഏട്ടത്തി എന്ന് ജലജ ചോദിക്കുക. അപ്പം അറിയില്ല, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഇതുപോലെ 2 വിവാഹം ഉണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം. അപ്പം നവ്യയും നയനും ഇങ്ങനെ പരസ്പരം നോക്കുക കേട്ടോ. ഇപ്പോൾ 2 വാഴകളെയല്ലേ കെട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. അപ്പോൾ ജാനകി ഒന്നും മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ അവളുമാരെ എങ്ങനെ വെട്ടിക്കളയുന്ന ഞാൻ ആലോചിക്കുന്നതെന്ന് ജലജ പറയുമ്പോഴും നയനിയും നവ്യയും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അനി ഇത്തരം കോപ്രായത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മയെന്ന് ജാനകിയോട് ചോദിച്ചപ്പം അങ്ങനെയൊന്നും പറയരുത്, ജ്യോത്സ്യം പറഞ്ഞത് ചെയ്യണം. അതുപോലെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് നിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണെന്ന് പറഞ്ഞു ജാനകി. അപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി എന്നിട്ട് ദേഷ്യപ്പെടുവാണേ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നയനയും നവ്യ അവരെ നോക്കുന്നു. ദേ വരിക, ഇതെടുത്തോളുക എന്ന് പറഞ്ഞിട്ട് തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ അനിയുടെ കയ്യിലേക്ക് ആ താലി എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് അനിയോട് ആ വാഴയിൽ കെട്ടിക്കോളാൻ പറയാം. എന്നിട്ട് അനി എന്ത് ചെയ്തു, ഇതെടുത്ത് ഈ വാഴയിൽ കെട്ടുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നയനയൊക്കെ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴും ജാനകിക്ക് അവരോടാണ് കലിപ്പ്. ഇത് കണ്ടിങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ജലജയും അതുപോലെ ദേവയാനിയും നിൽക്കുന്നു, മുത്തശ്ശിയും സന്തോഷമായിട്ട് നിൽക്കുന്നു. പാവം നമ്മുടെ അനിക്ക് ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനത്തെ ഒരു ചടങ്ങ് ആദ്യമായിട്ട് കാണുകയാണെന്ന് നവ്യ പറഞ്ഞു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് നയനയും പറഞ്ഞു. വാഴ കല്യാണത്തിന് ഫലം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാമെന്ന് ജലജ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ഈ സമയത്ത് ജാനകി ഹാപ്പി ആട്ടോ. അങ്ങനെ ഇത് നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ തിരുമേനി ആ വാഴ വെട്ടാനായിട്ട് തുടങ്ങുകയാണേ. അങ്ങനെ അദ്ദേഹം അത് വെട്ടി മറിച്ചിട്ടു. അപ്പം തൽക്കാലം ദോഷങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. സ്വയംവരാർച്ചന എല്ലാ മാസവും മുടങ്ങാതെ നടത്തണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് കല്യാണം നടന്ന നാളിൻ്റെ അന്ന് അതൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയാം. അനി കൊടുക്കുന്നു പറഞ്ഞു അനിയെ കൊണ്ട് ദക്ഷിണയൊക്കെ കൊടുപ്പിച്ചു. ദക്ഷിണ കൊടുപ്പിച്ചു കഴിഞ്ഞിട്ട് അനി അങ്ങ് ഒന്നും അല്ലാത്ത പോലെ അങ്ങ് പോയി. അപ്പം അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവനെന്താ ഇങ്ങനെ പോണേ എന്ന് ദേവയാനി ചോദിച്ചു. അവൻ്റെ മുഖം എന്താ തെളിയാതിരിക്കാൻ എന്ന് ദേവയാനി ചോദിച്ചപ്പോൾ അങ്ങനെ അവൻ്റെ മുഖം തെളിയാതിരിക്കാൻ ഇവിടെ പലരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ജാനകി പറയുക. ഈ വാഴക്കല്യാണം തന്നെ വേണ്ടി വന്നത് ചിലരുടെ മനസ്സിൽ മാലിന്യം നിറഞ്ഞതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ദേവയാനിയോട് പറയാം. അപ്പം നീ ആരെ ഉദ്ദേശിച്ചായി സംസാരിക്കുന്നത് എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിച്ചപ്പോൾ എന്നെ ഉദ്ദേശിച്ചായിരിക്കും, ഞാനൊന്നും ചെയ്തില്ല ജാനകി എന്ന് പറഞ്ഞപ്പോൾ നീ മാത്രമല്ല ഈ വീടിനകത്ത് നിന്നേക്കാളും വലിയ കരടുകളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ജാനകി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ജാനകിയും ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് എന്തോ ഒന്നുണ്ടല്ലോ എന്ന് ജാനകിക്ക് കൊളുത്തി. അവൾ ആരെയാ ഉദ്ദേശിച്ചിട്ട് പോയത്? ഇപ്പോൾ നയനയോട് അവൾ പഴയ സ്നേഹമൊന്നും കാണിക്കുന്നില്ല, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇനി അയാൾക്കും തെറ്റിപ്പോയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ നിൽക്കുക കേട്ടോ. അപ്പോൾ അവൾ ആരെ പറ്റിയാമേ പറഞ്ഞത് എന്ന് ദേവയാനി ചോദിച്ചപ്പം അമ്മ നിങ്ങളെ 2 പേരെയും പറ്റിയായിരിക്കും, അല്ലാതെ ആരെപ്പറ്റി പറയാനാ എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മുടെ അമ്മ. അവൾ എന്നെപ്പറ്റി എന്തിനാ അങ്ങനെ പറയുന്നേ? എൻ്റെ ആദർശിനെ പോലെ എനിക്ക് ജീവനാ അനിയെയും. അങ്ങനെയുള്ള എന്നെ എന്തിനാ അവൾ പറയുന്നേ? അവന് ദോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമോ അമ്മേ, ഞാൻ പറയുമോ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ എന്നും പറഞ്ഞു ജലജ, ആദർശിനെയും അനിയെയുമാണ് നിനക്കിഷ്ടം, എൻ്റെ മോൻ പുറമ്പോക്ക്, അവനാണ് ശരിക്കും ഈ വീട്ടിലെ വാഴ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മോളെ എന്നെ ഒന്ന് പിടിക്കുക, മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണെന്ന് നയനയോട് മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ നയന മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. ആ സമയത്ത് ജലജയും ദേവയാനിയും കൂടി ഇന്ന് ഈ വാഴക്കല്യാണം നടത്തിയതുപോലെ വെട്ടിക്കളഞ്ഞതുപോലെ ഇവളുമാരെയും വെട്ടിക്കളയുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയാം. ഇപ്പോഴേ കാര്യങ്ങളൊക്കെ മറിച്ച ഏട്ടത്തി, അവളുമാര് നമ്മളെയൊക്കെ വെട്ടിക്കളയുമെന്ന് അറിയത്തില്ലെന്ന് ജലജ അന്നേരം പറയുക ദേവയാനിയോട്. അങ്ങനെ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അച്ഛൻ വന്നു. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്നും ചോദിച്ച്.
അച്ഛാ നീ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയാവുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛൻ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാവെന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ? ഞാൻ ചെല്ലുമ്പോൾ ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മോൾ എവിടെയാണെന്ന് ചോദിക്കില്ലേന്ന് ചോദിച്ചു. പിന്നെ മോൾ നേരത്തെ അങ്ങോട്ട് പോയിട്ട് ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത് തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നും അച്ഛൻ പറയാം. അനിയുടെ അമ്മയൊക്കെ ഇപ്പം എന്നെ ശത്രുവിനെ പോലെ അച്ഛാ കാണുന്നതെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ മോളും അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അവരറിഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്കവിടെ പോയി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നാൽ മതിയെന്ന് അച്ഛൻ പറയുക. പിന്നെ ഇന്നത്തെ ദിവസം ബന്ധുക്കളൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തും കൊടുക്കാമല്ലോ എന്ന് അച്ഛൻ മോളോട് പറയുവാണേ. എന്നിട്ട് മോൾ വേഗം പോയി റെഡി ആവാനും പറഞ്ഞു. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞു. നാളെ നമുക്കിങ്ങ് പോരാലോ, ഇപ്പം മനസ്സിനൊരു സുഖമില്ല അച്ഛാന്ന് നന്ദു. അങ്ങനെ സുഖമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മോളുടെ മനസ്സിൽ ഇപ്പോഴും അനി ഉണ്ട് എന്നുള്ളതാണെന്ന് അച്ഛൻ മോളോട് പറയണം. ദേ അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണെന്നും അതിന് നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞു. ദേ അച്ഛൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഇപ്പം നീ ഈ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വരാൻ ഒരുങ്ങുന്നത് പൂർണ്ണ മനസ്സോടെയാണോ എന്ന് ചോദിച്ചപ്പം മനസ്സിലാകുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാ? അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു കാഴ്ച കാണാനുള്ള സഹനശക്തി മോൾക്കില്ല, അതുകൊണ്ടല്ലേ? എന്നാൽ അവിടെ മോളും മിടുക്കിയായി ചിരിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ ഇപ്പം അനിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു പോലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പറയാം. അല്ലെങ്കിൽ ദേ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പോകുന്നത് മോളുടെ ചേച്ചിമാരായിരിക്കും എന്നും പറഞ്ഞ് അനാമിക വന്നു കഴിഞ്ഞാൽ അനിയുടെ അമ്മയും അനാമികയും ഒക്കെ കൂടെ ചേർന്ന് അവരെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലെന്നും ചോദിച്ചു അച്ഛൻ നന്ദുവിനോട്. അതൊക്കെ നമ്മളായിട്ട് തന്നെ ഒഴിവാക്കണ്ടേ മോളെ എന്ന് ചോദിക്കുവാണേ. അതുകൊണ്ട് എൻ്റെ മോള് പെട്ടെന്ന് റെഡിയാകാനും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അച്ഛൻ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദു വീണ്ടും ധർമ്മസങ്കടത്തിൽ തന്നെയായി അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ നന്ദുവും കൂടി വീട്ടിലേക്ക് വരിക. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ജാനകി അവർക്കിടയിലേക്ക് ചെന്നു. അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് അവരോട് വളരെ മോശമായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛനും മോളും എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നന്ദുവിന് കല്യാണപ്രായമായെന്ന് പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകി അന്നേരം നയനയോട് പറഞ്ഞപ്പം ഇവൾക്ക് കല്യാണപ്രായം കഴിഞ്ഞിട്ട് മതി, കല്യാണപ്രായമായെന്ന് കരുതി പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി ഇളയമേ കല്യാണം. അപ്പോൾ കല്യാണ ശേഷം പഠിച്ച് ജോലി സമ്പാദിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ജാനകി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ആ ഒരു ഇതങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഈ ജാനകി അവരെ ഒരുപാട് മാനസികമായിട്ട് വേദനിപ്പിച്ചു. ഇപ്പോൾ ജാനകി ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് അവരങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടൊക്കെയാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ആ ഒരു ഇതുമായിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ നയനയും അതുപോലെ നന്ദുവും അച്ഛനും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജാനകി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അവരങ്ങനെ പറഞ്ഞിട്ട് പോയതെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞിട്ടെന്ന് പറഞ്ഞു നന്ദു നയനയോട് ദേഷ്യപ്പെടുക. നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനിട്ട് കേട്ടതുമില്ല എന്ന് നന്ദു പറഞ്ഞു. മോളെ ഈ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അനിയുടെ അമ്മ, ഇപ്പോൾ അവരും എതിരായോ എന്ന് ചോദിച്ചു അച്ഛൻ നയനയോട്. അപ്പം അനി ഇവളും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി അനാമിക ഇളമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും വളരെ വിഷമമായി. അപ്പോൾ ഒത്തിരി പ്രയാസപ്പെട്ട് അവളെ രക്ഷിച്ചത്, പക്ഷെ അതിന് ശേഷവും അവൾ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം മോളെ, പിന്നെ ബാക്കിയൊക്കെ ദൈവം തീരുമാനിക്കട്ടെ എന്ന് അച്ഛൻ നയനയോട് പറഞ്ഞു കൊടുക്കുവാണേ. നിങ്ങൾ രണ്ടും മക്കളും കനകയും ഉള്ളപ്പോൾ ഞങ്ങൾ വരാതിരിക്കുന്നത് തെറ്റല്ലേ എന്ന് അച്ഛൻ ഇങ്ങനെ പറയുമ്പം അങ്ങനെ വരാതിരുന്നെങ്കിൽ അച്ഛനും മുത്തശ്ശനും അവരെല്ലാവരും ഒരുപാട് കുറ്റപ്പെടുത്തേനെ. നേരത്തെ ഇവൾ പറയാതെ പോയതിൻ്റെ പേരിൽ അവരൊക്കെ പരാതി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചേച്ചിക്ക് നന്നായി അറിയില്ലേ എന്ന് നന്ദു ചോദിക്കാം. അപ്പം മോളെ ഒരു ദിവസം നീ ക്ഷമിച്ചാൽ മതി, കല്യാണം കഴിഞ്ഞ് നിനക്കങ്ങ് പോകാമല്ലോ, പിന്നെ അതുവരെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് നിൽക്കണമെന്ന് നയന. നിനക്കറിയാവല്ലോ, ഞാനും നിന്നെപ്പോലെ തന്നെ എന്ത് കണ്ടാലും പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ സ്വഭാവമൊക്കെ ഒരുപാട് മാറ്റി. ആദർശേട്ടൻ്റെ അമ്മയുടെയും അപ്പച്ചിയുടെയും ഒക്കെ സംസാരത്തിലെ പലതും തിരിച്ചു പറയണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചിയോട് പറഞ്ഞാലും അമ്മയോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയാറില്ല എന്ന് നയന പറയുക. അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ആദർശേട്ടന് മറ്റാരേക്കാളും മുകളിലാണ്. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ പൊന്നുമോള് ചെയ്യേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നഷ്ടവും എൻ്റെ മോൾക്ക് വരില്ല എന്ന് അച്ഛൻ നയനയോട് പറയുന്നു. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾ കയറി വരാൻ പറഞ്ഞ് അച്ഛനെയും നന്ദുവിനെയും കൂട്ടി നയന അകത്തേക്ക് കയറിപ്പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോയപ്പോൾ നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ വിഷമത്തോടെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാം ഒരു വകയായി പോയല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഗോവിന്ദേട്ടനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അനിയുടെ കല്യാണത്തിന് എന്ത്
പരിഹാര കർമ്മങ്ങൾ ചെയ്താലും അതിനൊന്നും വലിയ ഫലപ്രാപ്തി ഇല്ല എന്നുള്ള കാര്യം പൂർണ്ണമായും ഓരോന്നിലൂടെ തെളിയുകയാണ്. ഏതായാലും വാഴക്കല്യാണം നടത്തി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തിരുമേനി ആ സത്യം പറഞ്ഞെങ്കിൽ പോലും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ച് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.